അങ്ങനെ മിസ്സ് ഞങ്ങളോടൊക്കെ ഒരു 6 മണി 5:30 ആ സമയത്ത് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ സമയത്തിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ നാസിഫ് മാത്രം നേരം വൈകി എത്തിയത്. അതിനാണ് മിസ് ഓനെ അടിക്കണത്. അങ്ങനെ ഞാനും അഭിരാമിയാണ് മെയിനായിട്ട് ഈ പോയി തുള്ളണത്. വേറെ ആരും വരുന്നില്ല. എല്ലാവരും പറയുന്നത് ചായ കുടിക്കട്ടെ എന്ന്. അങ്ങനെ കുറച്ചുള്ളിയപ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ പതുക്കെ അവിടെ പോയിരുന്ന് എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പത്തിനും തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഏതോ ഒരു ആര്യൻസ് ഹോട്ടലിലാണ് കയറിയത്. ഞങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു തോന്നുന്നു. അപ്പോൾ ഞാനും കാവ്യ അഭിരാമിയും നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ കഴിച്ചിട്ട് ഇനി വീണ്ടും വൊമിറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. സ്മാർട്ട് സിറ്റിയിൽ നൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞങ്ങൾ പോയത്. പിന്നെയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഞങ്ങൾ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ബിസ്ക്കറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ടാഗൊക്കെ ഇട്ടിട്ട് ആ ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അവിടുത്തെ മാമിൻ്റെ ഒരു ചെറിയ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഞങ്ങളുടെ കോഴ്സിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ആ മാമിൻ്റെ സൗണ്ട് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. സാറ് കാര്യമായിട്ട് ബസ്സിൽ എന്തോ പറയുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾ കൊടുന്ന സാധനങ്ങൾ ഒന്ന് കഴിക്കുകയാണ്, അതൊന്നും ശ്രദ്ധിക്കാതെ. പിന്നെ ബസ്സിൽ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കഴിക്കാൻ അപ്പം മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ റിഫാനും ഫിദി വായിൽ വെച്ച് തരികയാണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഉച്ചക്കത്തെ. ഞങ്ങൾ പിന്നെ അരിപ്പാന്ന് പറഞ്ഞിട്ടുള്ള ഏതോ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ടായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ 2:30 ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞാൽ ലുലുമാളി പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ ലുലുമാളി പോയി കറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ എസ്കലേറ്ററിൽ കയറാൻ നല്ല പേടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്നെ കയറ്റിയേ പറ്റുള്ളൂ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ റൈഡിലൊക്കെ കയറാൻ വെച്ചിട്ട് ഏറ്റവും ടോപ്പിക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ സീറോ ഗ്രാവിറ്റിയിലൊക്കെ കയറി എല്ലാവരും പേടിച്ചിട്ടൊരു വിധമായിരിക്കണം അതിൽ കയറിയിട്ട്. അതിനെക്കാട്ടി കൂടുതൽ പേടിയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു റൈഡിൽ കയറിയപ്പോൾ. ഇത് നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. ഞങ്ങളെല്ലാവരും അമ്മ അച്ഛന്ന് പറഞ്ഞ് ചീറിയിരുന്ന് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ച്, കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 കൂടെ ഒരു റീൽ എടുക്കേണ്ട കഷ്ടപ്പാടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഒരു റീലൊക്കെ എടുത്ത് പിന്നീട് അങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ മൊത്തം ഡാൻസ് ചെയ്യുന്ന ഞങ്ങളെല്ലാവരും കളിക്കാത്തവർ പോലും കളിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.